ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി 25,608 മുകളിലേക്കാണ് താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഞാൻ അതല്ല 25,351 താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിയുടെ ഞാൻ ലിക്വിഡിറ്റി ലെവൽസ്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 56,558 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കും, 56,875 മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കും ആയിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് നിയറസ്റ്റ് അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഏതായാലും ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:20 നമുക്ക് മാർക്കറ്റ് ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ഏരിയക്ക് ടാപ്പ് ചെയ്ത് പ്രീവിയസ് ഡേൻ്റെ ലോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ എൻട്രി തരാതെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ്സ് ഐഡിയക്സ് ക്രിയേറ്റ് ചെയ്യാന്നല്ലാതെ എൻട്രി തന്നിട്ടില്ല. ബാങ്കിൽ ഇപ്പോൾ ചെറിയൊരു 5 മിനിറ്റ്സ് ഐഡിയക്സ് എടുത്തിട്ട് ഒരു ട്രേഡൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ടാർഗറ്റ് ഇല്ല ബാങ്കിൽ. തൽക്കാലം ഒരു സ്കാൽപ്പിംഗ് പോലെ ചെയ്ത് നോക്കാം ഫസ്റ്റ് ട്രേഡ്. കാരണം അത് ഇങ്ങനെ എൻട്രി തരാതെ മീൻസ് ഓരോ ലിക്വിഡിറ്റി ഇങ്ങനെ ഉണ്ടാക്കി മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചെറിയ ചെറിയ പുൾ ബാക്കുകൾ നടത്തിക്കൊണ്ട്. അപ്പോൾ നമുക്കൊരു പുൾ ബാക്കിൻ്റെ താഴെ എത്തുമ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് ഒരു ട്രേഡ് എടുത്ത് നോക്കാം. ബാങ്കിലൊരു 5 മിനിറ്റ്സ് ഐഡിയക്സ് ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അഗ്രസീവ് എൻട്രിയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ. ആ ഒരു ലോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ 57,000 തൊട്ട ഇതാണ്. അപ്പോൾ 57,000 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. നോക്കാം അവിടെ എത്തുമ്പോൾ നമുക്ക്. പ്രീമിയം താഴേക്കാണല്ലോ, ഏതായാലും എടുക്കേണ്ട. പ്രീമിയം ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. നമുക്ക് 57,000 എന്നുള്ള എക്സാക്ട് ലെവലിൻ്റെ താഴെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തത്. അപ്പം 57,000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതായത് ഡേ ഹൈ നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. മാർക്കറ്റ് 57,000 ബ്രേക്ക് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. കാരണം നല്ല ബെയറിഷായിട്ട് കുറേ ദിവസമായിട്ട് റെഡ് ക്യാൻഡിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബുള്ളിഷായിട്ട് മാർക്കറ്റ് ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ തെറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. SL അടിച്ചിട്ടുണ്ട്. പിന്നെ മീൻസ് നിഫ്റ്റിയിലൊക്കെ ഇനി ഒരുപാട് താഴെ ഉണ്ട്. നിഫ്റ്റിയിൽ ഇനിയിപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് 50 മിനിറ്റ്സിൻ്റെ, അതൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതുവരെ പോകുമെന്ന് അറിയില്ല. ഏതായാലും ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് താഴെയാണ് ഇപ്പോൾ ഇനിയുള്ളത് മാർക്കറ്റ് ലിക്വിഡിറ്റി. ഇന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ ഉണ്ട്. നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ബാങ്കിൽ ഫസ്റ്റ് ട്രേഡ് എടുത്തത്. ഇവിടെ എൻട്രി കാര്യങ്ങളൊക്കെ അങ്ങ് കാണാം. 18 പോയിൻ്റ് SL അടിച്ചിട്ടുണ്ട്. 2,556 ലോസാണ്. ഏതായാലും നോക്കാം, നമുക്ക് ഒരു മുകളിലേക്ക് തന്നെ പോകുന്നതാണ് പ്രതീക്ഷ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി അത് ട്രേഡിംഗ് ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. സമയം 12:18 ഞാനൊരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. അതൊരു കോൾ ഓപ്ഷനിലാണ് എടുത്തത് നിഫ്റ്റിയിലുള്ള. അതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുള്ള 12:13 റേഞ്ചിലാണ് എൻട്രി വന്നത്. 5 മിനിറ്റായി എൻട്രി എടുത്തിട്ട് വീഡിയോ റെക്കോർഡ്. അതിൻ്റെ ഇടയിൽ ബൈ മിസ്റ്റേക്കിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 25,400 കോൾ ഓപ്ഷനാണ് ഞാൻ ആദ്യം എടുത്തത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ സമയത്ത്. പക്ഷേ അത് ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് അത് അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത്. അതാണ് 78 രൂപ ലോസ് കണ്ടില്ലേ. അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത് ഞാൻ 25,350 കോൾ ഓപ്ഷനാക്കി മാറ്റി. ഏകദേശം അതേ റേഞ്ചിലുള്ള പ്രീമിയത്തിന് തന്നെ എനിക്ക് കിട്ടി. മറ്റേ 12:13 എൻട്രി എടുത്ത്, മറ്റേ 12:14 എൻട്രി എടുത്ത് ക്യാൻസൽ ചെയ്തിട്ട്. പക്ഷെ അതേ ടൈമിൽ അതേ പ്രൈസിന് തന്നെ ആ ഒരു ഏരിയത്തിലുള്ള പ്രൈസിന് തന്നെ എൻട്രി കിട്ടിയോണ്ടാണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ ചെയ്തിരുന്നു. പക്ഷെ അത് അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത്. അത് എനിക്ക് കുറച്ചും കൂടി വൃത്തിയിൽ പ്രൈസ് ആക്ഷൻ വന്നിട്ട് നോക്കാം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ട്രേഡ് എടുത്തതായിരുന്നു. അപ്പോൾ തൽക്കാലം അതിൽ അതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 25,400 എന്നുള്ള കോൾ ഓപ്ഷൻ നോക്കണ്ട. അത് ഓൾറെഡി സെയിം ട്രേഡ് തന്നെയാണ്. 25,350 ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ട്രേഡ് സെയിം ട്രേഡ് എടുത്തതാണ്. പക്ഷേ ഔട്ട് ഓഫ് ദ മണി എടുത്ത് മാറിപ്പോയതുകൊണ്ട് മാത്രം അത് എക്സിറ്റ് ചെയ്ത് മറ്റേ എടുത്തതെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു, സെക്കൻഡ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ നോക്കി. പക്ഷെ അത് വേണ്ട, കുറച്ചും കൂടി നല്ലൊരു പ്രോപ്പർ എൻട്രി കിട്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ട് അങ്ങനെ അതുകൊണ്ട് അത് എക്സിറ്റ് ചെയ്ത്. അതിൽ ചെറിയ ലോസ് വന്നിട്ടുണ്ട് ആ ട്രേഡിൽ. അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തപ്പോഴും ചെറിയ ലോസ് വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് രാവിലെ മാർക്ക് ചെയ്ത ആഴ്ച ഏരിയ ഉണ്ടല്ലോ 25,350 റേഞ്ചിൽ, ആ ഒരു 50 മിനിറ്റ്സിൻ്റെ പ്രീവിയസ് ഡേയിലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയതിന് ശേഷമുള്ള എൻട്രിയാണിത്. ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഒരു സിംഗിൾ ക്യാനിലൊരു ഐഡിയസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അത് പോയിട്ട് എടുത്തതാണ്, ആ സമയത്താണ് എടുത്തത്. പെട്ടെന്ന് നോക്കുമ്പോൾ സിംഗിൾ ക്യാനിലാണ് അത് ഐഡിയസ് ഉണ്ടാക്കിയത്. അതിൻ്റെ താഴെ ഐഡിയസ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ SL അടിച്ച് പോവുകയും ചെയ്യും.
ഏതായാലും നമ്മൾ ഇപ്പം ചെറിയൊരു പ്രോഫിറ്റിലായിരുന്നു. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അതൊരു 5 മിനിറ്റ്സ് IDX ആയിട്ടുണ്ട്. ഇനി അത് എടുക്കാൻ വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എൻട്രി ഉണ്ട്. അതായത് നമ്മൾ ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയാണ്. ഇനി അത് ടാപ്പ് ചെയ്ത് അതിൻ്റെ താഴേക്കൊക്കെ വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് അപ്സൈഡിലേക്ക് തന്നെ കയറാം. അപ്പോഴേക്കും നമ്മൾ SL അടിക്കുമെന്ന് അറിയില്ല. പ്രീമിയം പിടിച്ച് നിന്നാൽ ഓക്കെ, രക്ഷപ്പെടും. ഇനി അതല്ല, പ്രീമിയം താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ SL അടിച്ച് പോകുകയും ചെയ്യും. ഇന്നലത്തെ പോലെ പ്രീമിയത്തിനൊരു സ്ട്രെങ്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോട്ട് താഴേക്ക് വന്നാലും പ്രീമിയം അങ്ങനെ ഇറങ്ങില്ല. എന്നാലും നമുക്ക് അതേപോലെ ഒരു ടാർഗറ്റ് കിട്ടിയതാണ്. അതുപോലെ കിട്ടണമെന്നില്ല എല്ലാ ദിവസവും. നമുക്ക് ഏതായാലും നോക്കാം. നമ്മുടെ ഏതായാലും വാച്ച് ലിസ്റ്റിൽ 25,400 കോൾ ഓപ്ഷൻ, അത് മാറ്റിയിട്ട് 25,350 കോൾ ഓപ്ഷൻ ആഡ് ചെയ്തിടാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ട്രേഡ്. അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ SL ആണെങ്കിൽ നമ്മൾ SL ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ സെക്കൻഡ് ട്രേഡ് ആണ്. ഇതിൽ SL ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് മാക്സിമം ഈ ഒരു 25,426 ലെവലിൽ ടാർഗറ്റ് വെക്കാം. അല്ലെങ്കിൽ 1:5 ആവുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം. 6 പോയിൻ്റാണ് SL കൊടുത്ത് 30 പോയിന്റ് റേഞ്ചിൽ ടാർഗറ്റ് വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതിൽ 6 പോയിന്റ് SL ആണ് അടിക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. 30 പോയിന്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം, ട്രേഡ് നിർത്താം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:34. നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഇത്ര 12:15 12:15 ട്രേഡ് എടുത്തതാണ്. 1:15 2:15 ഓൾമോസ്റ്റ് 2.25 മണിക്കൂറിലേറെ ആയി. ഇപ്പോൾ ട്രേഡ് 2.5 മണിക്കൂറായി. ഇതുവരെ നമ്മുടെ ടാർഗറ്റ് 1:5 പോലും അടിച്ചിട്ടില്ല, SL അടിച്ചിട്ടില്ല. പ്രീമിയം ആ ഏരിയയിൽ തന്നെ നിന്ന് സ്പെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം SL അടിച്ചതെന്ന് വിചാരിച്ചാൽ താഴേക്ക് വരും, മുകളിലേക്ക് പോകും, താഴേക്ക് വരും, അങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 149 എൻട്രി കിട്ടി, 168 20 പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. 30 പോയിൻറ്റ്സ് ആയാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതാ പോണ എക്സിറ്റ് ചെയ്യാം. പോണ്ട് വെയിറ്റ് ചെയ്യണോ? ഇപ്പോഴത്തെ ഡേ ഹൈ ഒക്കെ എടുക്കുമോ? എക്സിറ്റ് ചെയ്യാം. 30 പോയിൻറ്റിലേറെ കിട്ടിയിട്ടുണ്ട്. 31 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. 14,328 കിട്ടി. അതാ പിന്നെയും പോണം. നമ്മുടെ ഇന്നലത്തെ അതേമാതിരിയുള്ളതാണ് അവരുടെ പ്രൈസ് ആക്ഷൻ. ഇനി പോയിട്ട് ഡേ ഹൈ ഒക്കെ എടുക്കുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ 30 പോയിൻ്റ് അതിനെ കൊണ്ട് നമ്മൾ ഇറങ്ങി കറക്റ്റായിട്ട് നമുക്ക് 1:5 അടിച്ചിട്ടുണ്ട്. ഇത്ര നേരമാണ് 2.5 മണിക്കൂറിൻ്റെ അടുത്തായി സ്പെൻഡ് ചെയ്യണം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ. ടാർജറ്റും ഇല്ല, SL ഇല്ല എന്ന് പറഞ്ഞ ഏരിയയിൽ. ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കണ്ടു അല്ലേ? എത്ര നേരം ട്രേഡ് റണ്ണിങ്ങിൽ. ഏതായാലും നമ്മൾ ഇന്നൊരു SL ഒരു ടാർജറ്റുമാണ്. ഓവറോൾ നമുക്ക് 11,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. അത് പ്രീമിയം അത് അഞ്ഞും പോകണം. നമ്മുടെ ടാർഗറ്റ് വെച്ച ഏരിയയിലെത്തിയോ? നമുക്ക് വീണ്ടും അത് 5-8 പോയിന്റ് പോയിട്ടുണ്ട്. ഇനിയും ഡേ ഹൈയിലേക്ക് എത്തിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി അതുപോലെ നല്ല പറക്കൽ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും ഒരുപാട് സമയം കണ്ടോ? അതോ പോണ 198. എൻ്റെ അമ്മോ, ഇനി എന്തെങ്കിലും ആവട്ടെ. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഏതായാലും 1:5 കിട്ടിയിട്ടുണ്ട്. അത് എത്ര നേരം പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിട്ടാണെന്ന് അറിയാം. 2.5 മണിക്കൂറാണ് ആ ട്രേഡ് അങ്ങനെ റണ്ണിങ് ചെയ്യുന്നത്. സാധാരണ പ്രീമിയം DK അടിച്ച് തീരേണ്ട സമയം കണ്ടോ? നിഫ്റ്റിയിൽ ആ ഇന്നത്തെ ഡേ ഹൈ ഏരിയയിലേക്ക് എത്തി മാർക്കറ്റ്. ഇന്നലത്തെ അതേപോലെ തന്നെ പ്രൈസ് ആക്ഷൻ. വല്ലാത്ത മാർക്കറ്റ് അല്ലേ? ബാങ്ക് നിഫ്റ്റി 57,000 കടന്നു. ഞാൻ രാവിലെ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തപ്പോൾ പറഞ്ഞു 57,000 ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്.
അത് വെച്ചിട്ടാണ് ഒരു ട്രേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിംഗ് പോലെ ചെയ്യാമെന്ന് വെച്ചാൽ. അവിടുന്ന് ട്രേഡ് ഇന്നത്തെ SL അടിച്ച ട്രേഡ് ഉണ്ടല്ലോ, അത് 57,000 എടുത്തില്ല, വീണ്ടും ഒരുപാട് താഴെ പോയിട്ടാണ് തിരിച്ചു കയറിയത്. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് 25,351 എന്നുള്ള എക്സാക്റ്റ് ലിക്വിഡിറ്റി ഏരിയ എന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ലിക്വിഡിറ്റി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും ഇനി നാളെ നോക്കാം. ഇന്നത്തെ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നാളെ ചെയ്യാം. ഏതായാലും സമയം 2:40 ഇനി ടൈമില്ല. ഏതായാലും നമ്മളെ ട്രേഡിൻ്റെ എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. എനിവേ, താങ്ക് യു, ബൈ. ഓൾറെഡി നമ്മൾ ടോട്ടൽ 11,100 റേഞ്ചിൽ പ്രോഫിറ്റാണ്. ഇന്നലെയും നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു.